പിന്നെ ഇവിടെ താറാവ് ഉണ്ട്, താറാവ് ഇറച്ചി. 200ഓളം പേര് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാരും വരും. കപ്പയും മീൻ അതാണ് ആദ്യം ട്രൈ ചെയ്യേണ്ടത്. കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും സൂപ്പർ പോർക്കാണ്. പുതിയ ഷൂ ആണ്, തോട്ടിപ്പോയ ഷൂ മാറ്റിട്ട്. ഇതേപോലെ നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ വഞ്ചിയൊക്കെ പിക്ക് ചെയ്ത് പോവാ. പുലിക്ക് സർബത്തുണ്ട് ഇവിടെ. ഞങ്ങളോട് ഒന്നുമില്ല, ഇവിടെ ഉണ്ട്. എനിക്കൊന്നും പറയല്ല, ബാക്കിയുള്ളത് കണ്ടറിയാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളത്ത് പിഴലപ്പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ കാണിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുള്ള ആ സെയിം ആൾക്കാർ ഈ വീഡിയോയിലുണ്ട്. ഞാൻ അവരെ നിങ്ങളെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ശംഭു ശരിക്കും പേര് ശരത്തെന്നാണ് കേട്ടോ, നമ്മൾ ശംഭു എന്ന് വിളിക്കുന്നതാണ്. എനിക്ക് ബ്രോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വരാണ്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുണ്ട്, ഞങ്ങൾ സാന്റാന്ന് വിളിക്കും അല്ലേ. അപ്പൊ നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. നമ്മൾ ആലപ്പുഴക്കാരാണ്, എറണാകുളത്ത് വന്നിട്ട് ഇവിടെ എവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ എന്താ പ്ലാനും കാര്യങ്ങളൊക്കെ ഇവര് 3 പേരും പിന്നെ ഒരാളും കൂടി ഉണ്ട്. പുള്ളി പോണ വഴിക്ക് പുള്ളിനെ പിക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങോട്ടാണ് ഇന്നത്തെ പരിപാടി? പറ, പ്ലാൻ പറ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പിഴല പാലത്തിലാണ്. ഇനിയിപ്പോ നേരെ നമ്മൾ ഇവിടുന്ന് പോണത് കടമക്കുടി. ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇനി കടമക്കുടി ചെന്നിട്ട് കാണിച്ചു തരാം. പറയണ്ട, എനിക്കൊന്നും പറയല്ല, ബാക്കിയുള്ളത് കണ്ടറിയാം. അപ്പൊ നമുക്ക് നേരെ കടമക്കുടിക്ക് പോവാം. ബാക്കി അവിടെ ചെന്ന് കാണാം. എവിടെയാണ് നമ്മൾ എത്തിയേക്കണേ? സ്ഥലത്തിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ കാണുന്ന ആ ജങ്കാറി കയറിയോളം പോവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. മുടി കെട്ടിയിരുന്നു, വന്യജീവിയാന്ന് തോന്നിയിട്ടുണ്ടാവും. ഇല്ലടാ, അടിപൊളിയാണ്. കഴിഞ്ഞ വീഡിയോ നല്ല റെസ്പോൺസ് ആണ്. ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറയണം. അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. 200ഓളം പേര് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളപ്പോൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരാണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതണം. തെറി പറയാണ്ടെങ്കിലും കമന്റ് വന്ന് തെറി പറയുക, വിളിച്ച് തെറി പറയാതിരിക്കുക. കഴിഞ്ഞ വീഡിയോയിലെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വന്നില്ല, അവിടെ ഇപ്പൊ ഉണ്ട്. അവന്റെ നാട്ടിലോട്ടാണ് ഞാൻ തേക്കണത്. കാശുവാരി അറിയുമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചില്ലറക്കാരാണ്. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. വീഡിയോക്ക് വേണ്ടി മാത്രം മേടിച്ച ഞങ്ങളുടെ ചെരുപ്പാണ്. നിന്റെ നാട്ടിലാണ് ഞങ്ങൾ വന്നേക്കണത്, നിനക്ക് എന്താ പറയാനുള്ളത്? എല്ലാരും വരും. പിന്നെ എവിടെ നമ്മളെ കൊണ്ടുപോകും, അതാണ് നമുക്കറിയണ്ടോ. നീ എവിടെ കൊണ്ടുപോകാൻ പോണേ? ഞങ്ങൾ ഷാപ്പിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വലിയ സെറ്റപ്പ് അല്ല, ചെറിയ സെറ്റപ്പാണ്. നമ്മൾ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ചെമ്മീൻ. പിന്നെ ഇവിടെ താറാവ് ഉണ്ട്, താറാവ് ഇറച്ചി. പിന്നെ പോർക്ക്, ഇരയോ ചുരയോ എന്തൊരു മീൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവർ ഉണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഞങ്ങൾ കപ്പയും മേടിച്ചിട്ടുണ്ട്. ഇനി അപ്പം വരാനുണ്ട്. അതുപോലെ തന്നെ കക്കയിറച്ചി പറഞ്ഞിട്ടുണ്ട്, കക്കയിറച്ചിയും വരാനുണ്ട്. ഇപ്പം എല്ലാം കഴിച്ചിട്ട് നമ്മളെല്ലാവരും അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. നിങ്ങൾ കണ്ടുപോകും. ഇഷ്ടപ്പെട്ട ഈ ഷാപ്പിൽ വന്ന് നിങ്ങൾ കഴിച്ചോ. കക്കറച്ചി വന്നു, കക്കറച്ചി വന്നിട്ടുണ്ട് ഗൈസ്. ചൂട് കക്കറ ചേട്ടാ, വേഷമുണ്ട്. അടുത്ത രംഗങ്ങൾ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ആള്. ഏത് ഷാപ്പിൽ പോയാലും കപ്പയും മീനും അതാണ് ആദ്യം ട്രൈ ചെയ്യേണ്ടത്. കപ്പ വന്നിട്ടുണ്ട്,
അതിനകത്തേക്ക് മീൻ ചാറ് ഓൺട്രാ മുക്കുക. അതിന് മുമ്പ് ഒരു പീസ് എന്താ ഇത് ഈ ഒരു കപ്പ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പുളിയും രൂപ കൂടിയുണ്ട്. ഇന്നലെ കറിയാൻ തോന്നുന്നു. താറാവും താഴെ പോയി ചെറിയ ചോർച്ചയുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും സെറ്റാണ്. അതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം. നമുക്ക് ലിവറും അപ്പം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലിവർ കിട്ടില്ലേ? ഇത് എരിവെള്ള കഴിഞ്ഞ വീഡിയോയിൽ ഇവന് നമ്മുടെ ശംഭു കൊടുത്തല്ല, അതിന്റെ പിണക്കുറന്ന് അവന് കൊടുത്തത്. പിന്നെ പറയാനുള്ളത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അവിടെ ഞങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കയാക്കിങ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ അല്ല, ഇതിന്റെ അപ്പുറത്ത് നമ്മള് പിന്നെ പോണത് പോർക്കാട്ടാ. ഇത് കറി തീരാറായി ഏകദേശം. എല്ലാരും വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് നല്ല അടിയായിരുന്നു. അപ്പൊ പോർക്ക് ഇവിടെ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും സൂപ്പർ പോർക്കാട്ടാ. അതുകൊണ്ട് വേറെ ആർക്കും കൊടുത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന്. ഞാൻ അപ്പുറത്ത് ചെമ്മീൻ ഇരിപ്പുണ്ട്. ചെമ്മീൻ ഇച്ചിരി മുറ്റാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളുള്ളത് വലിയ കടമക്കുടിയിലാണ്. ഏകദേശം നമ്മുടെ കഴിഞ്ഞ വീടിയൊക്കെ കണ്ട വീട്ടിലാൻഡ് കുമ്പളങ്ങി അതേപോലത്തെ തന്നെ ഒരു സ്ഥലമാണ് ഇതും. ഇവിടെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ കാണിച്ചു തരാം. കടമക്കുടി വാക്കുവയിലാണ്. ഈവനിങ് നല്ല വെയിലാണ്, രക്ഷയില്ല. അന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അടിപൊളി സ്ഥലമാണ്. ഈവനിങ് ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വെയിൽ കുറയുമെന്ന് പറയാം. അതെ, പക്ഷേ ഏകദേശം ഒരു എന്തോരം നേരിട്ട് വെയിൽ കുറയണില്ല. ഏകദേശം 5:30 ഉണ്ട്. ഇതുവരെ വെയിലൊന്നും പറഞ്ഞില്ല, നല്ല വെയിലാണ്. നിങ്ങൾ ഒരു 5 മണിക്ക് ശേഷം വന്നാൽ മതി. രാത്രി വരെ അതുപോലെ ഫുഡൊക്കെ ഇവിടെ തന്നെ കഴിക്കട്ടെ. ഒരുപാട് കടകളുണ്ട് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട്. തട്ടുകട, ഐസ്ക്രീം കഴിക്കാം. അതാണ് പ്രശ്നം. ഗ്രാമത്തിലൊക്കെ വളർന്ന പിള്ളേർക്ക് തന്നെ അറിയൂ. ഇതിങ്ങനെ വള്ളം തുടങ്ങിയില്ലേ, ബോട്ടൊക്കെ തുടങ്ങിയില്ലേ, അതുപോലെ. വെയിറ്റ് ഇല്ലാത്തവൻ സ്വയം ജിമ്മിയാണ് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇതിന്റെ ബ്രേക്ക് എവിടെ? ഇതെന്തിനുള്ളതാണ്? അവന്റെ നാട്ടിൽ വന്നിട്ട് അവന്റെ തീറ്റി നോക്കി ചക്ക ഐസ്ക്രീമാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങൾ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ പിടിക്കേണ്ടി വരുമല്ലേ പാട്ടാണ്. നിങ്ങൾ എന്താ കഴിക്കുന്നത്? ചക്കയല്ലേ ഇത്? കൂടിയ സാധനം എന്താണ്? ചക്ക പിന്നെ വരുന്ന സാധനം മഴ നിക്കി. പുതിയ ഷൂ ആണ്, തോട്ടിപ്പോയ ഷൂ മാറ്റിട്ട് പുതിയ ഷൂ ഇറക്കിയിട്ടുണ്ടാ. മുതലക്കുഴി 25 ഏക്കർ എന്നൊക്കെയാണ് അവിടെ ഒരു ബോർഡ് വെച്ചേക്കണം. ഇങ്ങോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.
എന്തൊക്കെ വലിയ കാര്യമായി പറയാൻ വന്നാണ്, മറന്നുപോയി പെട്ടെന്ന്. എന്താ ഇപ്പൊ പറയുന്നത്? വലിയ കാര്യമൊന്നുമില്ല, വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോ ഈ വീഡിയോയില്. സമയം വൈകിപ്പോയി എത്തിയത്, അത് കാരണം ഇനിയിപ്പോ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുമ്പോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. നേരത്തെ ആണെന്നാണ് പറയണത്. ലാസ്റ്റിൽ എന്തോ പറയാനുണ്ട്, അപ്പൊ നമുക്കത് കേൾക്കാം. ജനഗണമനൊന്നും ആരോടെ പാടാനുള്ള നീ പറ. ചരിത്രം ഇവിടെ കടമക്കുടി എന്ന് പേരിട്ടാൻ കാരണം പണ്ടത്തെ ആൾക്കാർ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുങ്ങിപ്പോവും എന്നാണ് പറയണത്. അതായത് ഇത് നിറച്ചും ഇങ്ങനെ വഴികളും അതിലേ പോയി കഴിഞ്ഞാലും ഇതിൽ കയറിക്കാനും നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോന്നാണ്. അതുകൊണ്ടാണ് ഇത് കടമക്കുടി എന്ന് പേരിട്ടാണത്. നന്ദി, നമസ്കാരം. ഇവിടെ കയറി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ കുടുങ്ങി പോകുന്നുള്ളതാണ് പറയണത് ലാക്കിന്. അപ്പൊ അതാണ് ഇവിടുത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഇവിടെ സത്യമാണെന്നാണ് അവൻ പറഞ്ഞിട്ടോ. നമുക്ക് നമ്മളിവിടുത്തെ എല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. അവൻ പറഞ്ഞു കേട്ടേക്കണായിരിക്കും, അവന്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവന്റെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവായിരിക്കും അവന്റെ. പക്ഷെ ഇവിടെ ചോദിച്ചാൽ അത് തന്നെ അറിയാൻ കഴിയുള്ളൂ അവൻ പറയണം. എന്തായാലും സംഭവം അടിപൊളിയാണ് അല്ലേ? വീട്ടിലും വ്യൂ തന്നെയാണ് ഇവിടെ. മണക്കുടം കുമ്പളങ്ങി ആ ഒരു വെറ്റ്ലാൻഡ് ആ ഒരു മൂടൊക്കെ കിട്ടും, പക്ഷെ വ്യൂ വ്യത്യാസമുണ്ട്. ഇവിടെ വന്നിട്ടൊരു വള്ളം സവാരിയൊക്കെ നടത്താൻ പറ്റും. കണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ ഇവിടെ ഓരോ ടൂറിസ്റ്റുകൾ വന്നിട്ട് വള്ളം എടുത്തിട്ട് പോണ ഒരു കാഴ്ച കാണും. ഇതേപോലെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വഞ്ചിയൊക്കെ പിക്ക് ചെയ്ത് പോവാം. ചെറിയ റേറ്റ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ ഉള്ളപ്പോൾ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നമ്മുടെ കടമക്കുടിയിലെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ക്യാമറയിൽ എടുത്തത് അത് ഓഫായി പോയി. ഇപ്പോൾ നമ്മൾ ഫോണിൽ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസയിലാണ്, എറണാകുളം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള സെറോൺ എന്ന് പറഞ്ഞ പയ്യനെ കാണാനായിട്ടാണ് ഇവിടെ വന്നേക്കണം. അപ്പോൾ അവനെ കാണാം. ഇവിടെയുള്ള കുറച്ച് ക്യൂൻസയിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. നമ്മുടെ പയ്യൻ്റെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ വന്ന ആള് അവിടെ നിന്ന് ഓടി ചാടി വന്നു. ഒന്നും കാണാൻ പറ്റില്ല. എന്താണ് വീഡിയോയിൽ എത്താൻ പറ്റുന്ന കാരണം എന്താ വീഡിയോ എത്താൻ പറ്റുന്ന ഞാൻ ആരും അറിയിച്ചില്ല. എന്തെന്നോണേടാ ഇവിടെ എന്താ ഇവിടെ കായലുണ്ട്, ഇത് അങ്ങോട്ടുണ്ട കായല്. നല്ല മോമോസ് ചൂടായിട്ടുള്ള ഇത് കുലുക്കി സർബത്തുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഒന്നുമില്ല, ഇവിടെ ഉണ്ട്. അതാണ് വളരെ റെയർ ആയിട്ടുള്ള കുൽക്കി സർബത്ത്, പിന്നെന്താ മോമോസ്, പിന്നെ നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുന്ന പറയണം. നമുക്ക് എന്താ കിട്ടണമെന്ന് പോയി നോക്കാം. എന്നിട്ട് അത് കുടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ തീർക്കാം. അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അവിടുത്തെ കുറച്ച് ഷോട്ട് എടുക്കാം. കുടിക്കണമെന്ന് അറിയാൻ പാടില്ല. അതൊക്കെ വായും പൊളിച്ചിരിക്കുകയാണ്.